സോ വെൽക്കം ബാക്ക് ഗൈസ്. നീണ്ടൊരു ബ്രേക്ക്, കൃത്യമായി പറഞ്ഞാൽ 2 ആഴ്ചത്തെ ബ്രേക്കിന് ശേഷമാണ് വൺ പീസിൻ്റെ ചാപ്റ്ററുള്ള 1157 ബ്രീഫായുള്ള സ്പോയിലേഴ്സ് നമുക്കിവിടെ കിട്ടുന്നത്. ആൻഡ് പിന്നൊരു കാര്യം, ഇത് ബ്രീഫായുള്ള സ്പോയിലേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് കാര്യമൊന്നും കവർ ചെയ്യുന്നതല്ല, വളരെ കുറച്ച് മൈന്യൂട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പേജ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരുന്ന എല്ലാവരുടെയും ഞാൻ ക്ഷമ ചോദിക്കുവാണ്. സത്യം പറഞ്ഞാൽ സ്പോയിലേഴ്സ് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 23-24 മണിക്കൂർ, കൃത്യമായി പറഞ്ഞാൽ ഒരു ദിവസത്തോളം അടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോഴാണ് വീഡിയോ ഇടാൻ പറ്റിയത്. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഇന്നേ ദിവസം ഒരു എക്സാം ഉണ്ടായിരുന്നു. സോ കഴിഞ്ഞൊരു 4 ദിവസമായിട്ട് അതിൻ്റെ പുറകെയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്പോയിലേഴ്സ് വന്നൊന്നും പോയത് ഒന്നും തന്നെ ഞാൻ അറിഞ്ഞില്ല. എന്തായാലും ഇപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയപ്പോഴാണ് എല്ലാതും ചെക്ക് ചെയ്തത്. എന്തായാലും അതുകൊണ്ട് തന്നെ ഇനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ ചാപ്റ്ററിൻ്റെ ടൈറ്റിലിൻ്റെ പേര് ലെജൻഡറി ബാർ എന്നാണ്. കവർ പേജിനകത്ത് നമുക്ക് നമ്മുടെ യാമറ്റോനെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കാടോടി യുദ്ധത്തിൽ മരിച്ച ഓൾമോസ്റ്റ് എല്ലാ ഹീറോസിൻ്റെ ഗ്രേവ് യാമറ്റോ കാണാൻ പോയിരിക്കുവാണ്. അതിന് ചാപ്റ്ററിലേക്ക് ഒഫീഷ്യലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് റോക്സ് പൈററ്റ്സിനെയാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇവരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബിട്രൈ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ നാരേറ്റർ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. റോക്ക് പൈററ്റ്സ് ഉണ്ടാക്കി വെച്ച ക്രൈംസിനൊക്കെ പറ്റിയാണ് പുള്ളിക്കാരൻ പറയുന്നത്. ആൻഡ് അവിടുന്ന് നമ്മൾ പോകുന്നത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ്. നമ്മുടെ എൽബഫും വേൾഡ് ഗവൺമെൻറ്റും എന്തുകൊണ്ടാണ് തെറ്റിയതെന്ന് പറയുന്ന ആ ഒരു ഇൻസിഡൻറ്റിനെ പറ്റി. സംഭവം വേറൊന്നും കൂടല്ല, കുറച്ചധികം വേൾഡ് ഗവൺമെൻറ് ഏജൻസിൻ്റെ കയ്യിൽ നിന്ന് ഒരു എൽബഫിലെ അലൈന, അതായത് ഒരു ജയൻറ്റിനെ നമ്മുടെ ഹാറിൽ സേവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് കാരണമാണ് വേൾഡ് ഗവൺമെൻറ്റും എൽബഫും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ചെറുതായിരുന്നു ബ്രേക്ക് ചെയ്യുന്നത്. ആൻഡ് അത് കഴിയുമ്പോൾ നമ്മുടെ റോക്സിനെ വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട്. റോക്സായിട്ട് എൽബഫിലേക്ക് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ആൻഡ് ഇടയുടെ ബാളിൽ ഇരുന്നുകൊണ്ട് ഹാറിലോട്ട് സംസാരിക്കുവാണ്. ഇതെല്ലാം നമ്മുടെ ലോക്കി ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ആൻഡ് ഈ ടൈമിൽ വീണ്ടും ആസ് യൂഷ്വൽ ഹാർലായിട്ട് അത് റിഫ്യൂസ് ചെയ്യുന്നത് റോക്സിൻ്റെ പൈററ്റ്സിൽ ചേരാനായിട്ട്. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് മറൈൻ HQയിലേക്കാണ്. അവിടെ നമ്മുടെ ഗാർപ്പിനെ കോങ്ങിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഗാർപ്പ് നമ്മുടെ കോങ്ങിനോട് ചോദിക്കുന്നുണ്ട്, അതായത് ജയൻസിനെ മറൈൻസിലേക്ക് കയറ്റാൻ ഗാർപ്പ് പറയുന്നുണ്ട്. പക്ഷേ കോങ് പറയുന്നുണ്ട് അത് പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് കാര്യമല്ല, സംഭവം വേറൊന്നും കൊണ്ടല്ല, അതിന് നമ്മുടെ വേൾഡ് ഗവൺമെൻറ് അപ്രൂവൽ കൊടുത്താൽ മാത്രമേ അവർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഗാർപ്പിന് അറിയാമായിരുന്നു ജയൻസിൻ്റെ സ്ട്രെങ്ത് എന്തുമാത്രമാണ്. ആൻഡ് മറൈൻസിന് ആ സ്ട്രെങ്ത് വേണമെന്ന് ഗാർപ്പിന് നന്നായിട്ട് തന്നെ അറിയാം. അതേപോലെ തന്നെ അവർ രണ്ടുപേരും റോക്സിനെ പറ്റിയും സംസാരിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ റോജറിനെ വരെ മുട്ടുകുത്തിച്ച നമ്മുടെ ഷാക്കിനെയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരി ഹച്ചുനൂസിലേക്ക് വന്നിട്ടുണ്ട്. സംഭവം വേറൊന്നുമല്ല, കുജാ പൈററ്റ്സിൽ നിന്ന് പുള്ളിക്കാരി ക്വിറ്റ് ചെയ്ത്. ആൻഡ് ഇപ്പോൾ ഹച്ചുനൂസിലേക്ക് വന്നിരിക്കുന്നത് മറ്റൊരു കാര്യം കൊണ്ടാണ്. പുള്ളിക്കാരിക്ക് അവിടെ ഒരു ബാർ നിർമ്മിക്കണം. ആൻഡ് പുള്ളിക്കാരി അവിടെ വന്ന ആ ഒരു നിമിഷം തന്നെ റോക്സും വൈറ്റ് ബേർഡും എല്ലാവരും അവളുടെ ഭംഗി കണ്ട് മയങ്ങിപ്പോയി. ചുരുക്കം പറഞ്ഞാൽ അവളോട് പ്രേമം തോന്നിപ്പോയി. ആൻഡ് ഷാക്കിയുടെ ബാർ എന്ന് പറഞ്ഞത് ലെജൻഡറി ആയിരുന്നു. ഈവൻ പലരും വിളിക്കാൻ തുടങ്ങി ഹച്ചുനൂസിൻ്റെ ട്രഷറാണ് ഷാക്കിന്ന്. അത്രത്തോളം എലിവേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷാക്കിയുടെ ബാർ. അതുമാത്രമല്ല, അത് കുറച്ച് ഫണ്ണി ഉള്ള കാര്യം കൂടിയാണ്. കാര്യം നമ്മുടെ ഷാക്കിനെ കാണുന്ന എല്ലാവരുടെ കണ്ണിൽ ആ ടൈമിൽ നമ്മുടെ ലവ് സിമ്പിൾ വരുന്നുണ്ടായിരുന്നു, ജസ്റ്റ് ലൈക്ക് നമ്മുടെ സാഞ്ചി കുൻ. ആൻഡ് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഇതിൻ്റെ അവസാനം തന്നെയാണ്. അല്ലെങ്കിലും ഓടെ എപ്പോഴും അങ്ങനെയാണല്ലോ, ഏറ്റവും അവസാനമായിരിക്കും നമ്മളെ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും കൊണ്ടുപോയി വെക്കാറുള്ളത്. ആൻഡ് ഇതിൻ്റെ അവസാനം വെച്ചിരിക്കുന്നത് നമ്മുടെ മറി ജ്യൂസിൽ നിന്ന് നമ്മുടെ ഹാർലിന് ചെറിയൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇത് അയച്ചത് മറ്റാരുമല്ല, ദി 5 എൽഡേഴ്സ് ആണ്. ആൻഡ് അവർ പറഞ്ഞ കാര്യമാണ് ഏറ്റവും ഷോക്കിംഗ്. നമ്മുടെ ഹാർലിന് വേൾഡ് ഗവൺമെൻറ്റുമായിട്ട് ആ ഒരു പഴയൊരു അലയൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അതിന് ഹാർലിൽ ഒരു കാര്യം ചെയ്യണം, അത് മറ്റൊന്നുമല്ല, റോക്സിനെ കൊല്ലണം. ആൻഡ് നമുക്കറിയാവുന്നൊരു കാര്യമാണ്, നമ്മുടെ ഹാർലിലും വേൾഡ് ഗവൺമെൻറ്റുമായിട്ട് കറണ്ട് ടൈമിൽ ഇനി ചെറിയൊരു ടൈപ്പ് എവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. ആൻഡ് അതിനുള്ള കാര്യം ചിലപ്പോൾ റോക്സിൻ്റെ മരണമായിക്കൂടെ. ഹാർലിനും റോക്സിൻ്റെ മരണമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സോ ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു ചാപ്റ്ററിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. പക്ഷേ അടുത്ത വീക്ക് വീണ്ടും ഒരു ബ്രേക്കാണ്. സോ എന്തായാലും അടുത്ത ആഴ്ച മറ്റൊരു സ്പോയിലറായിട്ട് കാണാം.